ഹരിയാനയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമെന്ന് ആരെങ്കിലും കണക്കാക്കിയോ? BJP പോലും കണക്കാക്കിയിട്ടില്ല. എങ്ങനെയാ BJPക്ക് ജയിക്കാൻ പറ്റിയത്? ഇന്ന് രാജ്യത്ത് BJP നേരിടാൻ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കൊറ്റക്ക് വിചാരിച്ചാൽ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പൊ BJP നേരിടാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മ ഉണ്ടാവണം. ഹരിയാനയിൽ ആ കൂട്ടായ്മ ഉണ്ടാകുന്നതിനെതിരായ നിലപാടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വീകരിച്ചത്. അതിന്റെ ഫലമെന്താ? BJP ഇതര വോട്ടുകൾ ശിഥിലമായി. ആരെ സഹായിച്ചു? അധികാരത്തിൽ വരില്ല എന്ന് കണക്കാക്കിയ BJP വീണ്ടും അധികാരത്തിൽ വന്നു. ആരാണ് ബി പാർട്ടി ആയത്? കോൺഗ്രസ് അല്ലേ? രാഹുൽ ഗാന്ധിയല്ലേ? BJPയെ സഹായിക്കുന്ന നിലയല്ലേ ഫലത്തിലുണ്ടായത്? ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആദ്യം കാണുന്നത് എന്താ? രംഗമാകെ കലുഷിതമാകും. രംഗമാകെ വഷളാക്കിയാൽ ആർക്കാ ഗുണം? യോജിക്കേണ്ട ശക്തികൾ തമ്മിലുള്ള യോജിപ്പ് വളർത്തിയെടുക്കുന്നതിന് പകരം ആ യോജിപ്പിനകത്ത് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ആ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് എല്ലായിടങ്ങളിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയല്ലേ നേതൃത്വം കൊടുത്തു. അത് BJP ഗുണകരമായിട്ട് മാറും. ചിലയിടത്ത് അവസാന വിജയവും കോൺഗ്രസ് BJPക്ക് ഉണ്ടാകും. ഇതല്ലേ സംഭവിച്ചത്? അപ്പോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് BJPയുടെ ബി പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെല്ലായിടവും ശക്തമായ നിലപാടെ സ്വീകരിച്ചു, അതിശക്തമായ നിലപാട്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല.